ഐ ലവ് ഗുൽമാർഗ്. എല്ലാവർക്കും കാശ്മീർ എപ്പിസോഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും മഞ്ഞ് മൂടി കിടക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ ഹെവി തണുപ്പ് എന്ന് പറഞ്ഞാൽ ഹെവി തണുപ്പാട്ടോ. അപ്പോൾ ഇവിടുന്ന് കുതിരപ്പുറത്ത് വേണം ഒന്നെങ്കിൽ അങ്ങോട്ട് പോകാൻ, ഇല്ലെങ്കിൽ ഇവരെ ബൈക്കിലുണ്ട്. അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുതിരയ്ക്കാണെങ്കിൽ 3000 രൂപയാണ് ചാർജ് പറഞ്ഞത്, വണ്ടിക്കാണെങ്കിൽ 4000 രൂപയാണ് ചാർജ് പറഞ്ഞത്. അപ്പോൾ ഇല്ലെങ്കിൽ നടന്നിട്ട് പോകണം. അതൊരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കണം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ബേസ് 1ലേക്കും ബേസ് 2ലേക്കുള്ള കേബിൾ കാറുണ്ട്. ആ കേബിൾ കാറിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാനൊരു 5 ദിവസം മുന്നേ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് ഇല്ല, കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടുന്ന് എല്ലാം കണ്ടിട്ട് തിരിച്ചു പോകാം കേട്ടോ. ഏതായാലും അടിപൊളിയായിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഓരോരോ ചേട്ടന്മാരൊക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് പോകാനുള്ള പെർമിഷൻ ഇപ്പോൾ ഇല്ല. കാരണം ഇതിൻ്റെ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്നോൻ്റെ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. കേബിൾ കാർ ടിക്കറ്റ് എടുക്കണം. അതിന് 1000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ, 700 1000 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് 5 ദിവസം മുന്നേ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ കേബിളിന് ടിക്കറ്റ് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങോട്ട് കടിച്ച് വിടുകയില്ല ടിക്കറ്റും കാര്യങ്ങളും ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇല്ല പിന്നെ ഹോഴ്സ് റേസ് ഉണ്ട്, പിന്നെ കുതിരപ്പുറത്ത് നമുക്ക് അങ്ങോട്ട് പോകാം. അതിനൊക്കെ ഹെവി ചാർജാണ്, 3000 രൂപയൊക്കെയാണ് പറയണത്. അവിടെ ഏറ്റവും പോയ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെറുതെ പോകായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നിറയെ കാഴ്ചകൾ കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പക്ഷേ വന്ന സ്ഥിതിക്ക് ഒന്ന് അവിടെയും കയറണം എന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, നിർവാഹമില്ല, ടിക്കറ്റ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. വരുന്ന വഴിക്ക് മഴ പെയ്യുന്ന പോലെയാണ് നമ്മുടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവർ റോഡൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വേണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെയുള്ള ഒരു നാടൻ നായാട്ടത്. ഇതിൻ്റെ രോമം കണ്ടോ, നല്ല കട്ടിയിലുണ്ട്. അയ്യോ, ഇതിൻ്റെ ചെവിയൊക്കെ എന്തോ കടിച്ചിട്ടുണ്ടല്ലോ. ഈ ഐ ലവ് ഗുൽമാർഗിൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടോ. ഇതൊരു മലയാളി ഫാമിലിയാണ്, ഇവരൊക്കെ മലയാളികളാണ്. അവിടെ തമിഴായിട്ടുള്ള ആളുകളുണ്ട്, കുറേ പേരുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്ന പോലീസുകാരോട് ഞാൻ ചോദിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പം പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയേക്കാണ്. എൻ്റെ പൊന്നെ എന്താ തണുപ്പുന്നോ. താങ്ക് യു. അപ്പോൾ പുള്ളിനോട് ചോദിച്ചപ്പോഴാണ് പുള്ളി സമ്മതിച്ചത്. അല്ലാണ്ട് ബൈക്കുകളൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിടുന്നില്ല കേട്ടോ. എങ്ങനെയായാലും നമ്മളോട് ഒന്നോടാ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അവിടെ നമുക്ക് കുറേ മലയാളികൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കറങ്ങാൻ വേണ്ടി വരുന്ന ആളുകളാണ്. ഇത് സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, നല്ല തണുപ്പായിട്ട് സംസാരിക്കാൻ തന്നെ കറക്റ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഇറക്കുന്നുണ്ട്. തണുപ്പിൽ ആശ്വാസമൊന്നുമില്ല, പക്ഷേ ഒരു സുഖമുണ്ട്. ഇത് കണ്ടോ, കുതിരപ്പുറത്ത് ആളുകൾ പോകുന്നത് കണ്ടോ. ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഇവർ ചാർജ് ഭയങ്കര ചാർജായിട്ട് പറയാം. എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല. നമ്മളോട് പറഞ്ഞത് 2500 3000 രൂപ. ചിൽഡ്രൻ പാർക്ക് എങ്ങനെയാണ് മേലോട്ട് പോകാൻ പറ്റുമോ? ഏറോടെ പട്ടാളക്കാരൊക്കെ നല്ല പെരുമാറ്റവും നല്ല സപ്പോർട്ടാണ്. വീണ്ടും മഴ പെയ്താ മഴയാണോ മഞ്ഞാണോ? ചിലപ്പോൾ മഴ പെയ്യും ഇവിടെ, ചിലപ്പോൾ മഞ്ഞ് പെയ്യും. മഴയാണോ മഞ്ഞാണോ ഒന്നും ചില സമയത്ത് മനസ്സിലാകുന്നില്ല.
അത് കോളേജ് കുട്ടനാണ്, നിറയെ ആളുകളൊക്കെ ഉണ്ടല്ലോ. ऊपर चलेगा, ऊपर जाएगा मुश्किल है. कहाँ जाना? मेरे को जगह मालूम नहीं है. अच्छा, अकेला है. तो यहाँ से वापस जाने वाला ये रोड है. हाँ, ऊपर है लेकिन आगे तक इसी रास्ते से आना पड़ेगा, उधर से जाने नहीं देगा वो. हाँ, उधर से आएगा नीचे आएगा, है ना? नहीं, यहाँ से जाने से कुछ नहीं, यही है इसी वैली को राउंडिंग ऑल टाइप. देखने आए. हाँ, देन रिटर्न आगे. ओके, थैंक यू. ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞത് ജസ്റ്റ് കറങ്ങാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയിട്ട് റിട്ടേൺ വരണം എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിനപ്പുറത്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ജലനിരപ്പിന്ന് ഒക്കെ ഏറ്റവും താഴെയാണുള്ളത്. നമ്മളിതിൻ്റെ ഒരു വേലിയിലേക്ക് ഇറങ്ങി വന്നതാണ്. ഇവിടെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഭക്ഷണം അല്ലാതെ കിട്ടുന്നുണ്ടല്ലേ. റോഡിന് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ എൻഡാണ് ഇവിടെ ആ റോഡിൻ്റെ. അപ്പോൾ എൻഡിൽ വരെ ഇങ്ങനെ വന്നിട്ടോ. അപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. ആ ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞ് ഇനി വരുന്നുണ്ടോ പൊട്ടറ്റോ പറിക്കുന്നത് കാണാമെന്നാണ്. അങ്ങനെ അവർ പൊട്ടറ്റോ പറിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവരിവിടെ കൃഷി ചെയ്യുന്നതാണ്. അത് നോക്ക്, മഞ്ഞമല, അതിൻ്റെ അപ്പുറത്തെ കൃഷി സ്ഥലം. ഉരുളക്കിഴങ്ങ് കൃഷി. ഉരുളക്കിഴങ്ങ് പറിച്ചെടുക്കുന്നത് കണ്ടോ? അടിപൊളി, നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങ്. അങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് പറിക്കട്ടോ. എന്നതിന് ശേഷം ചേട്ടന്മാർ വന്ന് ഇങ്ങനെ പെറുക്കിയിട്ട് ഇതുപോലെ ഇടും. ഇവരിവിടുന്ന് കയറ്റിക്കൊണ്ടുപോകും. ഇതിൻ്റെ ചെടിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇവർ കൊത്തിയെടുക്കുന്നത് കണ്ടോ? വളരെ മെല്ലെ കൊത്തുള്ളൂ, ഇല്ലെങ്കിൽ കണ്ടം മുറിഞ്ഞു വരാൻ. മെല്ലെ 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 മെല്ലെ. അപ്പുറത്തെ സൈഡിൽ മലനിരകൾ, മഞ്ഞുമലകൾ, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കൃഷിക്കാർ ജോലി ചെയ്യുന്നു. ഇതൊക്കെ ഉരുളക്കിഴങ്ങ് മെല്ലെ മെല്ലെ കൊത്തുള്ളൂ. അതിനൊരു നേക്ക് വേണം കേട്ടോ. നമ്മളെ കൊത്താണെങ്കിൽ കണ്ടം മുറിഞ്ഞു. നമ്മളും ഇവരെ കൂടെ പറിക്കാൻ കൂടിയതാട്ടോ. ഇതൊക്കെ ഉരുളക്കിഴങ്ങ് പറിച്ചിട്ടാണ്. ഇതിങ്ങനെ ആക്കിയതിനു ശേഷം പറിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകുന്നില്ല, അവര് പറയുന്ന ഭാഷ എനിക്കും മനസ്സിലാകുന്നില്ല. अब उर्दू है बोले? उर्दू भाषा है आपका? कश्मीरी, उर्दू, हिंदी, काश्मीरी, उर्दू, हिंदी और ഇംഗ്ലീഷ്. അപ്പോൾ അവരുടെ മെയിൻ ഭാഷ എന്ന് പറയുന്നത് കാശ്മീരി എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരോടൊക്കെ ഭായി പറഞ്ഞ നമ്മൾ
ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. കുറേ ദൂരം അങ്ങോട്ട് പോകാണ്ട്. ഇങ്ങോട്ട് കയറി വന്ന ഇതൊക്കെ എത്രയോ കിലോമീറ്റർ നമ്മളിങ്ങോട്ട് കയറി വന്നതാണ്. ആ ദൂരമൊക്കെ ഇറങ്ങി പോകാണ്ട്. അതുപോലെ ട്രാക്ടർ ഉണ്ട് കേട്ടോ അവിടെ. ട്രാക്ടർ ഈ ട്രാക്ടറിൽ ആ പെട്ടിയിലാക്കിയിട്ട് ട്രാക്ടറിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ താഴ്വാരത്തിൻ്റെ സൈഡിൽ ടെൻ്റ് അടിക്കുന്ന ആളുകളുണ്ട്. അവരിവിടെ വന്ന് ടെൻ്റ് അടിച്ച് കാറിലൊക്കെ വന്നിട്ട് ടെൻ്റ് അടിക്കുന്നവരാണ്. ഇവരും അങ്ങനത്തെ ആളുകളാട്ടോ. ഞാൻ വലിയ ഷക്കീർ അഹമ്മദ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചിട്ടാണ്. ടെൻ്റ് ഞാൻ കാണിച്ചു കേട്ടോ. ഇതുണ്ടോ ഇവിടെ ടെൻ്റ് അടിച്ച് ഈ ടെൻറ്റിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഗ്യാസ് ഇതാ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ചിങ്ങനെ നിൽക്കാട്ടോ. അപ്പം എന്നോട് ചോദിച്ചു ഭക്ഷണം വേണോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ടെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻ്റ് ഇട്ടാ. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ ഇരുന്ന് ടെൻ്റ് അടിച്ച് കുറേ സമയം ഇങ്ങനെ ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ പൊളി തന്നെയല്ലേ. 8500 രൂപയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 8500 രൂപ ഈ ടെൻറ്റിന്. വെള്ളമൊന്നും കിടക്കില്ല, ഒരു തുള്ളി പോലും മഴ പെയ്താൽ വെള്ളം കിടക്കില്ല. ഇതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടിയുണ്ട്. അത് അവരെ കാറിലാട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരിക, ഇരിക്കുക, ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഈ എനിക്ക് ചേരാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ എടുക്കാം കേട്ടോ. നംകീ കാശ്മീരി ചായ. യെസ്, കാശ്മീരി ചായ കുടിക്കാൻ പോകാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് കുടിക്കുന്നത്. എന്ത് സ്നേഹമുള്ള അക്കമാരാണോ ഇവരിനോട് ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പുറത്തിരുന്നോളാന്നൊക്കെ പറഞ്ഞ്. ഇവര് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ തന്നെ കേട്ടോ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്താ കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, അതാ ഇങ്ങനത്തെ മരക്കഷ്ണങ്ങൾ തണുപ്പ് കയറുമ്പോഴേക്ക് ഇവരിങ്ങനെയൊക്കെ മരക്കഷ്ണങ്ങൾ ഉണ്ടാവേ. ഇതെന്തിനാ സംഭവം എന്നോ, വീട്ടിൻ്റെ അകത്ത് തീ കായാൻ വേണ്ടിയിട്ട്, അതായത് വീട് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ. ഇവിടെയൊക്കെ കടകളുണ്ട് കേട്ടോ, നിറയെ കടകളുണ്ട്. ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണത്തിനുള്ള കട, അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷോപ്പ്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 2-3 കുതിരയൊക്കെ ഉണ്ടാവും. അവർ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയിട്ടായി. എങ്ങനെയായാലും നമ്മളിവിടുന്ന് എക്സിറ്റ് അടിക്കാൻ പോവാണ്. ഇതാണെന്ന് തോന്നുന്നു എക്സിറ്റ്. വന്നത് ഇതിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ഇതുണ്ടോ, ഈ ചേട്ടൻ്റെതാണ് ഈ 3 കുതിര. അപ്പോൾ ഇവരെ ജീവിതമാർഗ്ഗമാണ് ഇവിടുത്തെ മെയിനായിട്ട്. അതുകൊണ്ടല്ലേ ഇവരങ്ങനെ. അതായത് നമ്മൾ വന്ന വഴിക്ക് തന്നെ റിട്ടേൺ ഇറങ്ങാം കേട്ടോ. ഇപ്പോഴൊക്കെ ഇവിടെ മഴ പെയ്യുന്നത് പോലെ മഴയായിരുന്നു. എന്തായാലും നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പ്. റോഡ് സൈഡ് കണ്ടോ, അങ്ങനെ നോക്കണം. റോഡ് സൈഡിൽ ചൂട് കായാൻ വേണ്ടിയിട്ട് അടിപൊളി. നമ്മൾ ഇത്രയും കയറ്റം കയറിയിട്ടാണ് വന്നത്. ഇതിൻ്റെ മേലെ എത്തിയിട്ടുള്ള ഇത്രയും കയറ്റം കയറിയിട്ടാണ് ഇനി ഇതൊക്കെ ഇറങ്ങണം. ഇവിടുന്ന് കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. വ്യൂ പോയിൻ്റാണ്, വ്യൂ പോയിൻ്റ്. നമ്മളേതായാലും